വർഷങ്ങൾക്കും വടവൂരികളുടെ ആരോപണം ഉണ്ടായപ്പോൾ ഞാനൊരു പ്രസംഗം കേട്ടിരുന്നു. അന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞത്? അല്ലാഹുവിനെ ഭയപ്പെട്ട് എങ്ങനെയോ ഈ സ്ഥാനത്ത് എത്തിപ്പിച്ച ആളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചുന്ന സത്യേക്കും. അന്ന് CPM സെൻസിംഗില് വെണ്ടക്ക നിരത്തി TP അബ്ദുള്ള കോയ മദനി രാഷ്ട്രീയക്കാരനാണ്, പണ്ഡിതനല്ല, ചതിയിലൂടെ സംഘടന പിടിച്ചിറക്കിയ ആളാണ്. TP അബ്ദുള്ള കോയ മദനി എന്ന് പറയുന്ന ആള് പണ്ഡിതനല്ല, ചതിയിലൂടെ സംഘടന പിടിച്ചടക്കിയ രാഷ്ട്രീയക്കാരനാണ്. ആര്? TP അബ്ദുള്ള കോയ മദനി. അദ്ദേഹത്തിന് മദനി എന്നൊരു ഡിഗ്രി ഉണ്ട്, അല്ലേ? അപ്പൊ മദീനത്തിൽ നിന്ന് വാങ്ങിയ ഡിഗ്രിയുള്ള ഒരു TP അബ്ദുള്ള കോയ മദനി എന്ന് പറയുന്ന ആള് പണ്ഡിതനല്ല, ചതിയിലൂടെ സംഘടന പിടിച്ചടക്കിയ രാഷ്ട്രീയക്കാരനാണ്. ആര്? TP അബ്ദുള്ള കോയ മദനി. സഹോദരങ്ങൾ, അന്നൊരു വ്യക്തിവിരോധത്തിന്റെ വാക്കായിട്ടാ തോന്നിയത്. ഇപ്പോ ഈ പവിത്രമായ സമ്മേളനത്തിൽ തടിച്ചുകൂടിയ 10,000ങ്ങളുടെ മുമ്പില് അപശബ്ദമായിരുന്നു അത് എന്നാറുള്ളത്. അപശബ്ദം. അപ്പുറത്തോ ആര്യാടൻ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാര് 20 മിനിറ്റ് 25 മിനിറ്റ് പ്രസംഗം. യൂസൈ സൽഫിക്ക് 14 മിനിറ്റ് പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടില്ലേ? നോട്ടീസുള്ള വായിച്ചില്ലേ? എന്തായാലുള്ളത് അത് അപശബ്ദമായി. അപ്പൊ എന്താ? ഇത് ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇതൊരു കരടാണ്. അപ്പൊ സത്യത്തില് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടൊരു ആഗോള ഗൂഢാലോചന നടത്തിയ ആളുകൾക്ക് തോന്നുകയാണ് ഹുസൈൻ സൽഫി ആരുടെയൊക്കെ പ്രലോഭനത്തിന് വഴിപ്പെട്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് ആ ഗൂഢാലോചന ഉള്ളതുകൊണ്ട് തോന്നിയത്. ഹുസൈൻ സൽഫി ഇഖ്ലാസോടുകൂടി പറഞ്ഞ ഇനി അതിന് മാപ്പ് പറയിക്കാനും തിരുത്തി എഴുതിക്കാൻ നിങ്ങൾ ശ്രമിച്ച ഇൻഷാ അല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ വരെ സാധിക്കൂല. ഇനി അങ്ങനെ സാധിച്ച് തിരുത്തി പറഞ്ഞ അനസ് മുസ്ലിയാരുടെ അതേ നിലവാരമേ ഉണ്ടാവുള്ളൂ, ഒരു സംശയവും വേണ്ട. അത് മുജാഹിദുകൾക്കറിയാം, ബഹുമാനപ്പെട്ട ഹുസൈൻ സൽഫിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അതാണ്. എന്തിനു നമ്മൾ ഭയപ്പെടുന്നത്? നമുക്ക് അള്ളാഹുവിന്റെ സഹായം, അതല്ലേ സഹായം. ആ സഹായത്തിന്റെ ഭാഗമാണ് എല്ലാ സഹായം. അത് ഇല്ലാതെ ബാക്കി ആരുടെ സഹായവും ആരുടെ സഹോദരങ്ങളെ നമുക്കുള്ള ഏത് പിന്തുണയുണ്ടായിട്ട് കാര്യമില്ല. പടച്ചവന്റെ സഹായം നമുക്കുണ്ടെങ്കിൽ ഒരു പേടി നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ പണ്ഡിതന്മാർക്കും വേണ്ടി ദുആ ചെയ്യുക. ഈ വൈകൃത ഹൃദയം പേറിയ ഈ രൂപത്തിൽ ജീവിതത്തിൽ രക്തത്തിൽ കുത്തിത്തിരിപ്പുകളും കുതന്ത്രങ്ങളും അലിഞ്ഞു ചേർന്നവർക്ക് അല്ലാഹുവേ സന്മനസ്സും വെടിപ്പും വൃത്തിയുമുള്ള ഒരു ഖൽബവും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാം.